ഹായ്, കെയർ മാത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ദി ഫോളോയിങ് എന്ന് പറഞ്ഞ് 3 ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തത് കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x. രണ്ടാമത്തത് വലിയൊരു റൂട്ടിനകത്താണ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 5. മൂന്നാമത്തത് ലോഗ് എക്സ് ഹോൾ റൈസ്ഡ് കോസ് എക്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 ടൈപ്പ് ഡിഫറൻസിയേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 അല്ല 3 ടൈപ്പ്. ഒന്ന് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ചെയിൻ റൂൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ ഓർമ്മ ഉണ്ടാവും പാർട്ട് 1-ൽ. പാർട്ട് 2-ൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. പാർട്ട് 2 പാർട്ട് 3 ഒരു പക്ഷേ. അതുപോലെ കഴിഞ്ഞ വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഗതി ഏതാണോ പിന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ 2 വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ 3 ടൈപ്പ് ഡിഫറൻസിയേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടൈപ്പാണിത്. ഇത് ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ നമ്മൾ പഠിച്ച ചെയിൻ റൂൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ ഇവിടെ വർക്കാവില്ല. ചെയിൻ റൂൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ പ്രത്യേകത ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ കയറി വരുന്ന ഒരവസരമായിരുന്നു. ഉള്ളിൽ ടേമിനെ നമ്മൾ എക്സൈസ് സങ്കല്പിച്ചൊക്കെ മുന്നോട്ട് പോയ സംഗതി. ഓക്കെ. ഈ രണ്ടാമത്തത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. നമുക്കറിയാം എക്സും വൈ ഒക്കെ കലപ്പിൽ വരുന്നു, ഒരുമിച്ച് വരുന്നു. നമുക്ക് അവിടുന്ന് വൈ വേർതിരിക്കാൻ പറ്റുന്നില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്തരം കേസാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത്തരം കേസുമല്ല. മൂന്നാമത് നമ്മൾ പറഞ്ഞ സംഗതി എന്ത് ചെയ്യുന്നു? ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഡിഫറൻസിയേഷൻ. അത് കണ്ടാൽ മനസ്സിലാവും. എന്നെങ്ങനെ കണ്ടാൽ മനസ്സിലാവും? അതിൽ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടാവും. സൈൻ വേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ വേഴ്സ് തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു സംഗതിയിൽ എവിടെയെങ്കിലും ഉണ്ടാവും. അതിട്ടില്ല. ഏതെങ്കിലും സംഗതി ഉണ്ടായാൽ പോരാ. സൈൻ ഇൻവേഴ്സ് ബ്രാക്കറ്റിനകത്ത്, കോസ് ഇൻവേഴ്സ് ബ്രാക്കറ്റിനകത്ത്, ആ രൂപത്തിൽ വരണം. ഓക്കെ. അങ്ങനെയൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് ടൈപ്പ് വേറെ ആയിരിക്കും. തീർച്ചയായിട്ടും ഇത് ടൈപ്പ് വേറെയാണ്. ഇത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. അതാണ് ലോഗരിതം ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിഫറൻസിയേഷനാണ്. ലോഗരിതം ഉപയോഗിച്ചുള്ള ഡിഫറൻസിയേഷൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് മനസ്സിലാവും ഇത് ലോഗരിതം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഹയർ സെക്കൻഡറി എക്സാമിനെ സംബന്ധിച്ച് എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനൊക്കെ കടക്കലിലേക്ക് ഈ ക്ലാസ് എടുക്കുന്നത്. നമ്മളൊരു 3 സംഗതി അല്ലെങ്കിൽ 4 സംഗതി ഓർത്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ്. എന്താണത്? ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്ക്. അവിടെ നിങ്ങൾക്ക് ഒരു സംഗതി കിട്ടും. രണ്ടാം ക്വസ്റ്റ്യന് മറ്റൊരു സംഗതി കിട്ടും. മൂന്നാം ക്വസ്റ്റ്യന് മൂന്നാം സംഗതി കിട്ടും. 4ാം സംഗതി പിന്നെ ഞാൻ പറയാം. ഒന്നാം ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x 3 ടേമിന്റെ ഇൻറ്റു ആണ്. 2 ടേമിന്റെ ഇൻറ്റു ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ +1 നമ്മൾ പഠിച്ച സംഗതിന്റെ പ്രൊഡക്റ്റ് റൂൾ അത് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. +1 പഠിച്ചാണെങ്കിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം, ധൈര്യം ഉപയോഗിക്കാമല്ലോ. ഞാൻ പഠിച്ച കാലഘട്ടം പറഞ്ഞതേ ഉള്ളൂ. അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകും. ഇതും അതുപോലെ മുന്നോട്ട് പോകാം, പക്ഷെ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യാം, ഉപയോഗപ്പെടുത്താം. എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി 2ൽ കൂടുതൽ ടേമിന്റെ ഇൻറ്റു ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ഇൻറ്റു ആണ്, പ്ലസ് അല്ല മൈനസ് അല്ല. 2ൽ കൂടുതൽ ടേമിന്റെ ഇൻറ്റു ആയിട്ട് നമ്മളെ ക്വസ്റ്റ്യനിൽ കാണുന്നുവെങ്കിൽ ഒന്നും നോക്കണ്ട, നമ്മൾ എന്ത് ചെയ്യുന്നു? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ, ലോഗരിതം അപ്ലൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതാണ് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ പിന്നെ പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ തന്ന ക്വസ്റ്റ്യൻ വൈ ഇല്ലെങ്കിൽ നമ്മൾ ലെറ്റ് വൈ എടുത്തുകൊള്ളാം. ലെറ്റ് y ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x എന്നെടുത്തു. മനസ്സിലായോ? ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിനു മുമ്പ് ലോഗരിതവുമായി ബന്ധപ്പെട്ട 2-3 റിസൾട്ട് നമ്മൾ ഓർത്ത് വെക്കണം. അതാണ് നമ്മളെ സഹായത്തിലുള്ളത്. ഒന്ന് ഇതാണ് ലോഗ്. നിങ്ങൾക്കറിയ സംഗതി ലോഗ് എ ഇൻറ്റു ബി, ലോഗ് എ ബി. എന്താ ലോഗ് എ ബി? ലോഗ് എ പ്ലസ് ലോഗ് ബി. അതാണ് ലോഗിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞ സംഗതി. അതാണ് നോക്കുന്നത്. ഇൻറ്റു ആയിട്ട് എപ്പോഴും ഇൻറ്റു ആണല്ലോ സാധാരണക്കാർക്ക്. അതുപോലെ ഡിവിഷൻ, ഹരണമൊക്കെ ആണല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ട്. നോർമൽ കേസിൽ പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും അത്ര വലിയ റിസ്ക്കും പ്രശ്നങ്ങളും ഉണ്ടായിക്കോളുന്നില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പം അത്തരം ഇൻറ്റു ആയിട്ടുള്ള എ ഇൻറ്റു ബി ആയിട്ടുള്ള 2 ടേമിനെ സിമ്പിളായിട്ട് പ്ലസിലേക്ക് മാറ്റി. ആര്? ലോഗരിതം. ഇതിപ്പോ ലോഗ് എ ബി സി, ദാറ്റ് ഇസ് എ ഇൻറ്റു ബി ഇൻറ്റു സി ആണെങ്കിലോ ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി എല്ലാം പ്ലസിലേക്ക് സിമ്പിൾ ആയിട്ട് മാറും. അതാണ് ദ ബ്യൂട്ടി ഓഫ് ലോഗരിതം. മനസ്സിലായോ? രണ്ടാമത്തെ സംഗതി ലോഗ് എന്താ? എ ബൈ ബി.
ഞാൻ പറഞ്ഞല്ലോ ഡിവിഷനും ചിലർക്ക് അധികം ബുദ്ധിമുട്ടാണ് ഹരണം. അപ്പൊ അത്തരം കേസും സിമ്പിളായിട്ട് ലോഗരിതം എന്താക്കി മാറ്റുന്നത് ഇതിനെ ലോഗ് എ മൈനസ് ലോഗ് ബി, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി ഒരു റിസൾട്ട് കൂടി, ലോഗ് എ റേസ് ടു ബി. ലോഗ് എ റേസ് ടു ബി ബ്രാക്കറ്റ് വേണമെന്നില്ല. ലോഗ് എ റേസ് ടു ബി, ഈ ബി നേരെ ഫ്രണ്ടിലേക്ക് വരും, ഈക്വൽ ടു ബി ഇൻറ്റു ലോഗ് എ. ഈ 3 റിസൾട്ടാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഈ 3 റിസൾട്ട് ഓർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. മനസ്സിലായോ? അപ്പൊ ആ കണക്ക് പ്രകാരം നോക്കിക്കോ. ഇത് നമുക്ക് ഇൻറ്റു ആണ്, ഇൻറ്റു 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 3 ടേം ഇൻറ്റു ആയിട്ട് വന്നതാണ്. അപ്പം നമുക്ക് മനസ്സിലായി ലോഗരിതം ഡിഫറൻസിയേഷൻ ആണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്, 2 സൈഡിൽ ലോഗരിതം അപ്ലൈ ചെയ്യും. അപ്പൊ ഇടത് ഭാഗം നിലവിൽ y ആണ്, അതെന്താവും ലോഗ് y ആവും. ഈക്വൽ ടു വലത് ഭാഗത്ത് ലോഗ് ഓഫ് കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x. ക്ലിയർ അല്ലേ? ഇടത് ഭാഗം അതുപോലെ തന്നെ ലോഗ് y, മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. വലത് ഭാഗം ഈ റിസൾട്ട് ലോഗ് കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x, ലോഗ് എ ബി സി, ലോഗ് എ ഇൻറ്റു ബി ഇൻറ്റു സി. റിസൾട്ട് പ്രകാരം ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി, ദാറ്റ് ഈസ് ലോഗ് കോസ് എക്സ് പ്ലസ് ലോഗ് കോസ് 2x പ്ലസ് ലോഗ് കോസ് 3x. ക്ലിയർ? സംഗതി ക്ലിയർ ആണല്ലോ. ഇനി ലോഗിന്റെ പ്രത്യേകിച്ച് ഇതിൽപ്പെട്ട റിസൾട്ടുകൾ ഒന്നും തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനില്ല. ഇതിന് റിസൾട്ട് പ്രത്യേകത ഇൻറ്റു വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ, ഡിവിഷൻ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ, പവറിൽ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ. ഇതല്ലാതെ വേറെ ഒന്നും നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇല്ല. നമുക്കിത് മതി. ഇനിയും റിസൾട്ട് ലോഗിന്റെ കുറെ ഉണ്ട്, പക്ഷെ നമുക്കതൊന്നും വേണ്ട. അത്തരം സംഗതികളൊന്നും തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാനില്ല. കാരണം ഇത് ഇൻറ്റു അല്ല, ലോഗ് കോസെക്സ്, ലോഗിന്റെ ഫംഗ്ഷനാണ് കോസെക്സ്. അപ്പം അല്ലെങ്കിൽ ലോഗ് എക്സിന്റെ കോസെക്സ് അല്ല. മനസ്സിലാണ്? അപ്പം അതല്ലാതെ പിന്നെ ഡിവിഷൻ ഒന്നും വരുന്നില്ല, പവറും വരുന്നില്ല. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ലോഗരിതത്തിന്റെ റിസൾട്ട് ഒന്നും അപ്ലൈ ചെയ്യാനില്ല. അപ്പൊ അതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇടത് ഭാഗം ലോഗ് y അല്ലേ, അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് എന്താ നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1/y ഇൻറ്റു dy/dx. ഇവിടെ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, 1/y ഇൻറ്റു dy/dx. ഓക്കെ. ഇനി ലോഗ് കോസ് എക്സിന്റെ നമ്മളെ ചെയിൻ റൂൾ പണ്ട് പഠിച്ചൊക്കെ ഇവിടെ ഉപയോഗപ്പെടുത്തണം. ഇതിനെ എക്സ് ആയി സങ്കല്പിച്ചാൽ മതി. അപ്പം ലോഗ് എക്സ് എന്താ, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x. ഇവിടെ എക്സ് അല്ലല്ലോ, 1/cos x ഇൻറ്റു ഇനി ഈ എക്സ് ആയി സങ്കല്പിച്ച കോസ് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യും, മൈനസ് സൈൻ എക്സ്. ക്ലിയർ? അടുത്ത് പ്ലസ് ലോഗ് കോസ് 2x ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കോസ് 2x എക്സ് ആയി സങ്കല്പിച്ചു. അപ്പൊ എന്ത് വരും, ലോഗ് എക്സ് വീണ്ടും 1/x, ദാറ്റ് ഈസ് 1/cos 2x. ഇനി എക്സ് ആയി സങ്കല്പിച്ച കോസ് 2x ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ 2x വീണ്ടും എക്സ് ആയി സങ്കല്പിക്കും. കോസ് 2x ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2x, മൈനസ് സൈൻ 2x ഇൻറ്റു ഈ എക്സ് ആയി സങ്കല്പിച്ച 2x ഡെറിവേറ്റീവ് 2. ക്ലിയർ അല്ലേ? ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ. വീണ്ടും അടുത്ത പ്ലസ് ഇവിടെ ബാക്കി പ്ലസ് ലോഗ് കോസ് 3x, ഇതിനെ എക്സ് ആയി സങ്കല്പിച്ചു, ലോഗ് എക്സ് 1/cos 3x ഇൻറ്റു ഈ 3x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അല്ല കോസ് 3x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും, മൈനസ് സൈൻ 3x ഇൻറ്റു 3 എന്ന് വരും. ക്ലിയർ അല്ലേ? ഈക്വൽ ടു മൈനസ് അവിടെ നിൽക്കട്ടെ, സൈൻ ബൈ കോസ് ടാൻ ആണ്, ടാൻ എക്സ്. ഇവിടുന്ന് ഒരു മൈനസ് ഉണ്ട്, ഒരു 2 ഉണ്ട്, -2 sin 2x/cos 2x tan 2x. ഇവിടെ 3 -3 sin 3x/cos 3x tan 3x. അപ്പൊ കിട്ടിയ ആരെ വാല്യൂ ആ 1/y ഇൻറ്റു dy/dx വാല്യൂ. നമുക്ക് വേണ്ടത് ഡിഫറൻഷിയേറ്റ് ഫോളോയിങ് മീൻസ് dy/dx. dy/dx ഈക്വൽ ടു ഈ y ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ എന്ത് വരും, y ഇൻറ്റു ഇത്രയുണ്ട് മൈനസ് ടാൻ എക്സ് മൈനസ് 2 ടാൻ 2x മൈനസ് 3 ടാൻ 3x. ഒരു സ്റ്റെപ്പ് കൂടി, ഈ y ആരാ തിരിച്ചു മാറ്റി കൊടുക്കുക. ഞാനിവിടെ തന്നെ എഴുതുന്നുണ്ട്, ദാറ്റ് ഈസ് കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x. എനിക്ക് ഞാൻ ഈ എഴുതാൻ പെട്ടെന്ന് ക്ലിയർ ആയിക്കൊള്ളുന്നില്ല, അതുകൊണ്ടാണ്.
That is final answer. dy by dx equal to cos x into cos 2x into cos 3x into minus tan x minus 2 tan 2x minus 3 tan 3x. Clear? Important ആണ് ഇത്തരം ക്വസ്റ്റ്യൻസ്. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും നോക്ക്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 5. നേരത്തെ പറഞ്ഞു ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഫസ്റ്റ് സംഗതി ഞാൻ പറഞ്ഞു. എന്തായാലും പറഞ്ഞത് രണ്ടിൽ കൂടുതൽ ടേമിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നുവെങ്കിൽ ലോഗരിതം അപ്ലൈ ചെയ്തോ, ഏറ്റവും സിമ്പിൾ ആയിട്ട് കിട്ടും. അതന്നെ അപ്ലൈ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ലോഗരിതം അപ്ലൈ ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. രണ്ടാമത്തെ ഇനി നമ്മൾ ഓർക്കേണ്ട സംഗതി, വലിയൊരു റൂട്ടിനകത്ത് ഇങ്ങനെ കുറേ ഫംഗ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് എക്സിൻ്റെ റിസൾട്ടൊക്കെ വെച്ച് മുന്നോട്ട് പോകാം. കുറച്ച് ലെങ്തി ആയിരിക്കും, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം ലോഗരിതം അപ്ലൈ ചെയ്താൽ. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റിനെ മാറ്റി ചെയ്യുന്നു. തുടക്കത്തിൽ തന്നെ ലെറ്റ് y ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 1. മൊത്തത്തിൽ എന്തിടണം? റൂട്ട്. ഞാൻ അതിന് പകരം റൂട്ടിന് പകരം സ്റ്റെപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് റേസ് ടു 1/2. നമുക്കറിയാം റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/2 ആണ്. ആ ഐഡിയ പ്രകാരം മൊത്തത്തിൽ റൂട്ട് ഉണ്ട്, അതുകൊണ്ട് മൊത്തത്തിൽ റേസ് ടു 1/2. ഓക്കെ, നമുക്കറിയാം ലോഗരിതം അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതുകൊണ്ട് ഇനി ചെയ്യേണ്ടത് ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പം ഇടത് ഭാഗം log y ഈക്വൽ ടു വലത് ഭാഗം log x minus 1 into x minus 2 divided by x minus 3 into x minus 4 into x minus 5 raised to 1/2. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? ഈ റിസൾട്ട് ഇതാണ് x minus 1 into x minus 2 divided by x minus 3 into x minus 4 into x minus 5 സ്ഥാനത്ത് raised to b എന്ന് പറഞ്ഞാൽ 1/2 ആണ് ഉദ്ദേശിച്ചത്. അത് നേരെ ഫ്രണ്ടിലേക്ക് ചാടും. That is equal to 1/2 into log, ബാക്കി ഇത്രയും ടേം ഉണ്ടാവും, x minus 1 into x minus 2 divided by x minus 3 into x minus 4 into x minus 1. ക്ലിയർ അല്ലേ? ഇനി നോക്ക്, ഈ സംഗതി നോക്ക്. ഇത് മൊത്തം ഒരു a ആയിട്ട് കൺസിഡർ ചെയ്തു, ഇത് മൊത്തം ഒരു b ആയിട്ടും കൺസിഡർ ചെയ്തു. അപ്പം log a/b ഫോമിലല്ലേ ഈ റിസൾട്ട് അപ്ലൈ ചെയ്തോടെ. അപ്പം 1/2 ഇൻറ്റു ഇത് വലിയ ബ്രാക്കറ്റ് എന്ത് വരും? log a, ഇതാണ് log a, log x minus 1 ഇൻറ്റു x minus 2 മൈനസ് log b, ബിയുടെ സ്ഥാനത്ത് x minus 3 ഇൻറ്റു x minus 4 ഇൻറ്റു x minus 5. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ. എല്ലാത്തിനും പുറത്ത് 1/2 ഈക്വൽ ടു 1/2 ഇൻറ്റു ഇനിയും ഒരു കാര്യം ചെയ്യാനുണ്ട്. log a ഇൻറ്റു ബി, log ab, log a ഇൻറ്റു ബി ഇൻറ്റു സി, log ab റിസൾട്ട് വീണ്ടും. അപ്പം അത് പ്രകാരം log x minus 1 പ്ലസ് log x minus 2. ക്ലിയർ? ഇനി ഇവിടെയും ആ റിസൾട്ട് അപ്ലൈ ചെയ്യാം, പക്ഷെ എല്ലാത്തിനും ആരുണ്ടാവും? മൈനസ് log x minus 3 minus log x minus 4 minus log x minus 5. ഈ പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യാനില്ല. ലോഗരിതം ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x. ഇവിടെ കൊള്ളു എന്നറിയില്ല, നോക്കാം. ഇടത് ഭാഗം log y ആണ്, ഇതുവരേക്കും log y. അത് ഇവിടെ എന്താവും? 1/y ഇൻറ്റു dy by dx ഈക്വൽ ടു 1/2 ഇൻറ്റു log x minus 1 ഡെറിവേറ്റീവ്. ഇതിനെ മൊത്തം x ആയി സങ്കല്പിച്ചാൽ മതി, 1/x minus 1. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. x minus 1 ഡിഫറൻസ് ചെയ്താൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, -1 0 ആണ്, അപ്പോൾ ഇൻറ്റു 1, പ്രത്യേകിച്ച് കാര്യമില്ല. അടുത്ത log x minus 2 ഡെറിവേറ്റീവ് പ്ലസ് 1/x minus 2. x minus 3ൻ്റെ -1 1/x minus 3, ഇത് -1/x minus 4, ഇത് 1/x minus 5. ലാസ്റ്റ് സ്റ്റെപ്പ്, therefore dy by dx ഈക്വൽ ടു എന്ത് വരും? ഈ y നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ, അര y
ഞാൻ സ്റ്റെപ്പ് കട്ട് ചെയ്യുന്ന ആരാ വൈ ആ വലിയ ആ ബ്രാക്കറ്റ് ക്വസ്റ്റ്യൻ ടേം ദാറ്റ് ഈസ് റൂട്ട് x minus 1 into x minus 2 divided by x minus 3 into x minus 4 into x minus 5 into ഒരു 1/2 ഉണ്ട്, അത് ഞാൻ ഇവിടെ ഉണ്ട് 1/2. ഓക്കെ, ഇവിടെ ഉണ്ട് 1/2 ഇൻറ്റു ബാക്കി ഈ ബ്രാക്കറ്റിനകത്തുള്ള ഏതാ 1/x minus 1 plus 1/x minus 2 minus 1/x minus 3 minus 1/x minus 4 minus 1/x minus 5. മനസ്സിലായി? ശരിക്കും ശ്രദ്ധിക്കണം, ഞാൻ ഇതിനുള്ളിൽ ഒതുക്കിയതാണ് സംഗതി. മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. അതിനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, ക്രോസ് പോയിന്റ് അതിനൊന്നും പോകണമെന്നില്ല, നമുക്ക് ഇത് മനസ്സിലാക്കി കിട്ടിയാൽ. ഓക്കെ, നോക്കൂ. ഓക്കെ, നമ്മളെ മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. കണ്ടാൽ ഞാൻ പറഞ്ഞു, ഫസ്റ്റത്തെ കേസ് പറഞ്ഞു, രണ്ടിൽ കൂടുതൽ ടേമിന്റെ ഇൻഡു എഴുതുന്നെങ്കിൽ ഏറ്റവും എളുപ്പം ലോഗ് അപ്ലൈ ചെയ്യാം. വലിയൊരു റൂട്ടിനകത്ത് കുറെ ഫംഗ്ഷൻ വരുന്നെങ്കിൽ എളുപ്പം, വേറെ മെത്തേഡ് ഇല്ലായിട്ടല്ല, എളുപ്പം ലോഗരിതം അപ്ലൈ ചെയ്ത്. മൂന്നാമത്തെ സംഗതി, ഒരു ഫംഗ്ഷന്റെ പവറിൽ തലയിൽ കയറി മറ്റൊരു ഫംഗ്ഷൻ വരുന്നുവെങ്കിൽ ഒന്നും നോക്കണ്ട, ലോഗരിതം അപ്ലൈ ചെയ്തോ, ഈസി ആയിട്ട് മുന്നോട്ട് പോകും. വേറെ മെത്തേഡുകളൊക്കെ ഉണ്ട്, ഏറ്റവും ഈസി ലോഗരിതം. അപ്പൊ അതുകൊണ്ട് അതാണ് മൂന്നാമത്തെ ഓർത്ത് വെക്കേണ്ട ഐഡിയ. അപ്പൊ ലെറ്റ് y ഈക്വൽ ടു log x raised to cos x. മനസ്സിലായല്ലോ ലോഗരിതം അപ്ലൈ ചെയ്യേണ്ടതാണ് എങ്കിൽ ടേക്കിംഗ് log on both sides. എന്ത് വരും? log y ഈക്വൽ ടു, ശ്രദ്ധിച്ചോ, log of log x raised to cos x. കൺഫ്യൂഷൻ ആണ്ട, log ഇത് നമ്മളെ ക്വസ്റ്റ്യൻ, log x raised to cos x, log of. ക്ലിയർ അല്ലേ? that is equal to ഈ cos x ഫ്രണ്ടിലേക്ക് വരും, cos x into log x. ഓക്കെ, log y ഈക്വൽ ടു. ഇനി വല്ല റിസൾട്ട് അപ്ലൈ ചെയ്യാണ്ടോ നോക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഫംഗ്ഷൻ ഇൻഡു ആണോ? ആണ്, പക്ഷെ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. രണ്ടിൽ കൂടുതൽ ഫംഗ്ഷൻ ആണെങ്കിലേ നമുക്ക് ലോഗരിതം അപ്ലൈ ചെയ്യുള്ളൂ, പ്രശ്നമില്ല. ഇനി അതുപോലത്തെ ഐഡിയകൾ നോക്കിയാൽ മതി. ഇനി പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും അപ്ലൈ ചെയ്യണ്ട. അതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ്, ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അടുത്ത ഭാഗം എപ്പോഴും 1/y into dy by dx ഈക്വൽ ടു. വലത് ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, രണ്ട് ഫംഗ്ഷനാണ്. ഏതാ രണ്ട് ഫംഗ്ഷൻ? ഒന്ന് കോസ് എക്സ്, മറ്റൊന്ന് ലോഗ് കോസ്, ലോഗ് എക്സ്. രണ്ടിന്റെ ഫംഗ്ഷന്റെ ഇൻഡു ആണ് എവിടെ ഉള്ളത്? വലത് ഭാഗത്ത് കിടക്കുന്നത്. അതുകൊണ്ട് രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ, ഇൻഡു ആണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പ്രൊഡക്റ്റ് ഉള്ള അപ്ലൈ ചെയ്യാം. അപ്പം എന്ത് വരും? കോസ് എക്സ് ഇൻഡു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനെ എക്സ് ആയി സമീപിക്കും. അപ്പൊ എന്ത് വരും? ലോഗ് എക്സ് 1/log x ഇൻറ്റു ഈ ലോഗ് എക്സിന് വീണ്ടും ഡിഫറൻഷിയേറ്റ്, അപ്പം വീണ്ടും 1/x. ഓക്കെ, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ്റെ log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് സൈൻ എക്സ്. ഈ ഇൻറ്റു മൈനസ് സൈൻ എക്സ് ഇടുമ്പോൾ മൈനസ് ഇവിടെ ഇടരുത്, അവരിലെ ഇടാവും, ശ്രദ്ധിച്ചോ. ഇനി നോക്കിക്കോ, മുകളിൽ cos x into 1 into 1 that is cos x ഡിവൈഡ് ബൈ താഴെ log x into x, x log x. കൺഫ്യൂഷൻ ആണ്, log x into x log x സ്ക്വയർ അല്ല, x log x. ഇനി ഈ മൈനസ് ഇപ്പോൾ ഇടുന്നു, സൈൻ എക്സ് ഞാൻ ആദ്യം ഇടുന്നു, ഇൻറ്റു log x. ഓക്കെ, ഇതാരാള് 1/y into dy by dx. നമുക്ക് വേണ്ടത് therefore dy by dx ഈക്വൽ ടു ആരാ? y ഇൻറ്റു ഇത് cos x ഡിവൈഡ് ബൈ x log x, log ആണ്, മൈനസ് സൈൻ എക്സ് ഇൻറ്റു log x. ക്ലിയർ അല്ലേ? ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ ഈ y നമ്മൾ മാറ്റുന്നു. ആരാ y? log x റൈസ് ടു cos x. മനസ്സിലായി? പറഞ്ഞ സംഗതി മനസ്സിലായല്ലോ. 3 ഐഡിയ, പ്രധാനപ്പെട്ട ഐഡിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഓരോ സമയത്തുള്ള സംഗതി മനസ്സിലാവും. ഇനി ഇത് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ബാക്കിയുള്ള വീഡിയോസിൽ ഉണ്ടാവും. ഐഡിയ മനസ്സിലുണ്ടാവും. 3 ഐഡിയകൾ മാത്രം. 4ാമത് ഐഡിയ പറയും, അത് ഐഡിയ എന്ന് പറയാൻ പറ്റില്ല, ഇതിന് നമുക്ക് റെഡ്യൂസ് ചെയ്തെടുക്കുന്ന സംഗതിയാണ്. അത് പ്രകാരം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, ശരിക്കും നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പറയുമ്പോൾ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത്. ഓക്കെ, KR Math, goodbye.